CPM-ന് അത് മീറ്റർ വെച്ച് അളക്കുകയാണ് അല്ലേ? തീവ്രത ഓരോന്നിൻ്റെ തീവ്രത അളത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഞങ്ങളുടെ ഒരു തീവ്രത അളക്കാൻ പോയില്ലല്ലോ. ഒരു പെറ്റീഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഒരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ. ഒരു പെറ്റീഷൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്കത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും നടപടിയെടുത്തു. എന്നാൽ CPM ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ പേരിലൊന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക, അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്ലാന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമല്ല. അവർ നടപടി എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ നടപടി എടുത്തു, അവരെടുത്തില്ല. ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലല്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി കോടതി ഇത്ര സംഭവം ഉണ്ടാകുമ്പോൾ പരാതികൾ പാർട്ടി കോടതികൾ അല്ല വിടേണ്ടത്. KPCC പ്രസിഡന്റ് കയ്യിൽ ഒരു പരാതി കിട്ടിയപ്പോൾ വിത്തിൻ നോ ടൈം ഇറ്റ് ഹാസ് ബീൻ ഫോർവേഡഡ് ടു ദ DGP. അതാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾ ചെറിയ പാർട്ടി കോടതി ഉണ്ടാക്കി ആ പാർട്ടി കോടതിയോട് അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇല്ല, പാർട്ടി അങ്ങനെ നടപടി എടുത്ത ഒരു ചരിത്രവുമില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കറിയില്ല. പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കോൺഗ്രസ് പാർട്ടി അങ്ങനെ കമ്മീഷനെ വെക്കുമോ കോടതി വെക്കുമോ എന്ന് ചെയ്തിട്ടില്ലല്ലോ. പാർട്ടി അല്ല, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി അതിനെ ആലോചിച്ചല്ലേ തീരുമാനിക്കുന്നത്. എൻ്റെ നിലപാട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കേരളത്തിന് അറിയാവുന്നതാണ്. ആദ്യം മുതലുള്ള എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തിയല്ല തീരുമാനിക്കാൻ പറ്റും. അത് ഞങ്ങൾ തീരുമാനിക്കും. വൈകില്ല. അല്ല, CPM ഇപ്പം എന്ത് വേണേലും പ്രചരിപ്പിക്കുമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവരുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെപ്പറ്റി ചർച്ചയില്ല. അത് അവരെല്ലാം വെള്ളപൂശുന്നു. തീവ്രത അളന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു പരാതി ആരുടെ മുമ്പിലും വന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് ഓരോ വ്യക്തിയെ ഇപ്പം ചൊഴിഞ്ഞെടുക്കാൻ പറ്റുമോ അയാൾ ഇന്നതാണെന്ന്? നമ്മൾ അങ്ങനെ ആ സമയത്ത് ഒരു പരാതിയും രാഹുൽ മാക്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പിന്നീടാണ് ഈ പരാതികളൊക്കെ വരികയും ആളുകൾ പാർട്ടി നേതൃത്വത്തെ കണ്ടുപറയുകയും അല്ലാതെ കത്തുകളിലൂടെയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.